ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഫ്ലവർ മില്ലുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി അതല്ല നമ്മുടെ വീട്ടിൽ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോ കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു റബ്ബറിൻ്റെ ടാപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനും അതുപോലെ തന്നെ മെഷീനറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തേക്കാം. നമുക്ക് എവിടെ നിന്നാണ് ഈ മെഷീനറീസ് നമുക്ക് കിട്ടുന്നതെന്നും എങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും അതിൻ്റെ സർവീസിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യും. ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലാവിധ മെഷീനറീസും അതായത് നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ കുറച്ച് മെഷീനറീസ് മാത്രമേ നമുക്കിവിടെ ഓൾറെഡി ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പല ടൈപ്പുകൾ, ഫ്ലവർ മില്ലിൽ ഉപയോഗിക്കുന്ന ടൈപ്പുകൾ, ഏത് ടൈപ്പ് മെഷീനറീസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട്, ആ ടാപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽ, അതായത് നമ്മുടെ റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് ഈ വരുന്നത്. അതായത് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നത് ഈ മെഷീനിലാണ്. അതിൻ്റെ മെഷീൻസാണ് വലിയ ടൈപ്പ് വരുന്നുണ്ട്, ചെറിയ ടൈപ്പും വരുന്നുണ്ട്. ഇത് നമ്മൾ റബ്ബർ ടേപ്പ്, അതിൻ്റെ റബ്ബർ ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇനി അതിനുശേഷം നമുക്ക് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂ അടിക്കുന്ന മെഷീനുണ്ട്. അത് നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക്, അതായത് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ റബ്ബർ ഷീറ്റിൻ്റെ ഗ്രൂ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിട്ടുണ്ടാവും. അതായത് റബ്ബർ ഷീറ്റിന് ആ ചെറിയൊരു ഗ്രൂ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണിത്. ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പല മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ മില്ലിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ് പല പല മോഡലുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല നമ്മുടെ എന്താണോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് വരുന്ന ചെറിയ അതെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടാകും കരിമ്പിൻ ജ്യൂസ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഇന്നിപ്പോൾ വലിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരിമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കരിമ്പ് വരുന്ന ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കരിമ്പിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനറീസാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ തന്നെ മോട്ടർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡീസലിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ച് നമുക്ക് ചെയ്യാവുന്ന ഇതിൻ്റെ മെഷീനറീസ് കാര്യങ്ങൾ വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ മെഷീനറീസിനെ വേണമെങ്കിലും വ്യക്തമായിട്ട് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളും എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് വരുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നത് നമ്മുടെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ കാറ്ററിംഗ് വർക്കുകൾ, ചെറിയ അത്യാവശ്യം കല്യാണ വീടുകളിലൊക്കെ നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഒക്കെ ലെവലിലേക്ക് വരുന്ന ലെവലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അരകല്ലാണ് ഈ വരുന്നത്. അത് പല മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കാറ്ററിങ്ങിൻ്റെ യൂണിറ്റ്, ഹോട്ടലുകളിൽ അങ്ങനെയുള്ള യൂണിറ്റുകളിലേക്കാണ് വരുന്നത്. അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല പ്രൊഡക്ട്സുകളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ രീതിയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫുൾ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതും അതുപോലെ തന്നെ നമുക്ക് അരി കാര്യങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട്, അരി കാര്യങ്ങളൊക്കെ കഴുകി യൂസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമ്മൾ അരി പൊടിപ്പിക്കുന്നതിന് മുന്നേ അരി കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കണ്ട് നീറ്റായിട്ട് കഴുകി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അതായത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നീറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ അട്രാക്ഷൻ അതാണ്. അതായത് ഫുൾ സ്റ്റീലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയൊരു മിക്സിയാണ് ഇത്. ഏറ്റവും ഉപകരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്ററിങ്ങിന് യൂണിറ്റ്, അതുപോലെ ചെറിയ ഹോട്ടലുകൾക്കൊക്കെയാണ്. മിനിമം നമുക്കൊരു 10 കിലോ വരെ സാധനങ്ങൾ പൊടിച്ചെടുക്കുന്നതിനും അരച്ചെടുക്കുന്നതിനും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മിക്സിയാണ്. അത് 2 HP മോട്ടറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പവർ കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് അധികം സ്ഥലം എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ചെറിയൊരു കോർണറിൽ തന്നെ ചെറിയൊരു മിക്സി എടുക്കണം. നമ്മുടെ സാധാ മിക്സി എടുക്കുന്നതിലും കുറച്ചുകൂടി വലുപ്പം മാത്രമേ വരുന്നുള്ളൂ. ആ ലെവലിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഡിലേക്ക് 10 ലിറ്ററാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അത്രയും വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് അരച്ചെടുക്കാനും അതുപോലെ തന്നെ പൊടിച്ചെടുക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്.
പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി അതുപോലെ തന്നെ മാവുകളൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനറീസാണ് ഈ വരുന്നത്. ചപ്പാത്തി അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് മാവുകൾ ഹൈ ലെവലിൽ വരുന്ന മാവുകൾ കാര്യങ്ങളൊക്കെ കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മോട്ടറിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ ഫ്ലവർ മില്ലിൽ ഉപയോഗിക്കുന്ന അരി പൊടിപ്പിക്കുന്ന മെഷീൻസ് അതുപോലെ തന്നെ പല പല മെഷീൻസ് എല്ലാ മെഷീനറീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനറീസ് ഉണ്ടായി. നിങ്ങൾക്ക് അറിയാൻ പറ്റും 2 ടൈപ്പ് ബ്ലേഡാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. 2 ലെവലിൽ നമുക്ക് ഉപയോഗിക്കാം. 2 സ്ഥലത്തുകൂടി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതായത് നമുക്ക് കാറ്ററിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും വളരെ അത്യാവശ്യമായ പ്രൊഡക്ട്സാണ്. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ ബ്ലേഡ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഈ ബ്ലേഡ് നമുക്ക് മാറ്റിയിടാം. ഓരോ ഓരോ വെജിറ്റബിൾസും കട്ട് ചെയ്യുന്ന സമയത്ത് പല പല ഷേപ്പുകളിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ചുള്ള ബ്ലേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ബ്ലേഡുകൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റി നമ്മൾ സിമ്പിളായിട്ട് മാറ്റിയിട്ടതിന് ശേഷം ഏതാണോ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വെജിറ്റബിളിനനുസരിച്ചുള്ള ബ്ലേഡ് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. അതിനുശേഷം മുകളിലൂടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന സമയത്ത് ഫ്രഷ് ജ്യൂസൊക്കെ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് അതിൻ്റെ അതും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറിയാണ്. വളരെ ചെറിയ മെഷീനറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ചെയ്തിരിക്കുന്നത്. പിന്നെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. വാറണ്ടി എല്ലാ കാര്യങ്ങളും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു. അതായത് ഓവറായിട്ട് വരുന്ന ഒരു വലുപ്പം ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കാം. J.J എഞ്ചിനീയറിംഗ് ആണ്. അതായത് ചാലക്കുടിയിലാണ് ഇതിൻ്റെ ഷോപ്പ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറയാത്ത ഒരുപാട് പ്രൊഡക്ട്സുകളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്ലവർ മില്ലുകളിൽ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ചെറിയൊരു സ്മോൾ സ്കെയിൽ ഇൻട്രസ്റ്റ് ചെറിയൊരു സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ വയറിങ്ങും സെക്ഷനും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയെ വെച്ച് ഡയറക്റ്റായിട്ട് എൻക്വയറി ചെയ്യാം. അപ്പോൾ എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്പർ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, നിങ്ങളെവിടെ ഇന്ത്യയിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരുന്ന സിസ്റ്റമാണോ, അതിൻ്റെ എൻക്വയറി കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കമ്പനിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം. ആ സർവീസും കാര്യങ്ങളും അതുമാത്രമല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്, എത്ര സമയത്തുള്ളിൽ ശരിയാക്കി തരും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ഏതൊക്കെ വലുപ്പത്തിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പിൽ വേണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഫുൾ ഡീറ്റെയിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് കയറി എൻക്വയറി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു സംരംഭം തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് തൊഴിൽ കണ്ടെത്താനും, അതായത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല വീട്ടമ്മമാർക്കാണെങ്കിൽ കൂടിയും ചെറിയൊരു ഫ്ലവർ മില്ല്, അതുപോലെ തന്നെ അതായത് അരി പൊടിപ്പിക്കുന്ന സ്ഥലങ്ങൾ, മല്ലി, മുളക് ഇതെല്ലാം പൊടിപ്പിക്കുന്ന ചെറിയ രീതിയിലേക്ക് ചെറിയൊരു യൂണിറ്റ് തുടങ്ങാനുള്ള ചെറിയ ഉപകരണങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.